LDFിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. കാർഷിക വ്യാവസായിക മേഖലകളുടെ വികസനത്തിന് ഉതകുന്ന പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകും. എല്ലാവർക്കും വീടുന്ന മുൻ LDF സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കൽ ലക്ഷ്യമിട്ടുള്ള നിലപാടുകളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രകടന പത്രികയിൽ മുൻതൂക്കം നൽകും. വിശദാംശങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകും. എങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കാർഷിക സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം ഊന്നൽ നൽകുന്ന അടിസ്ഥാന സൗകര്യത്തിന് ഊന്നൽ നൽകുന്ന തരത്തിലുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാവുക? പ്രതീഷ്, അഴിമതി രഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും LDFിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുക. അല്പസമയത്തിനകം LDF ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിയോടുകൂടി പ്രകടന പത്രിക പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമായും കേരളത്തിന്റെ അടിസ്ഥാന മേഖലയ്ക്ക് വികസിപ്പിക്കുന്ന രീതിയിൽ അടിസ്ഥാന മേഖല വികസിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ക്ഷേമ പെൻഷനുകൾ നിലവിലുള്ളതിൽ നിന്നും ഉയർത്തി ഏറ്റവും കുറഞ്ഞത് 1000 രൂപയാക്കുക എന്ന പ്രഖ്യാപനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ക്രമേണ ഉയർത്തി 1500 രൂപയാക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ പോസ്റ്റ് ഓഫീസുകൾ വഴി വിതരണം ചെയ്യുന്നുള്ള സംവിധാനവും ഏർപ്പെടുത്തും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ കാർഷിക വ്യാവസായിക മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പദ്ധതികളും വിഭാവനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത 5 വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകാത്ത രീതിയിൽ സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് 5 വർഷത്തേക്ക് വിലവർധന ഉണ്ടാവില്ല എന്ന ഉറപ്പും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വീടില്ലാത്തവർക്ക് മുഴുവൻ വീടുകളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അത് പൂർത്തിയാക്കുകയാണ് പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം 14 ജില്ലാ ബാങ്കുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രത്യേക ബാങ്ക് തന്നെ രൂപീകരിച്ചുകൊണ്ട് അത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് ഊന്നൽ നൽകാനുള്ള പദ്ധതിയും ഇതിൽ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം ശക്തമായി നടപ്പാക്കും. നെൽവയൽ സംരക്ഷണം ഉറപ്പുവരുത്തും. പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തും. അതോടൊപ്പം സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള നടപടികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM നേരത്തെ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പല പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതോടൊപ്പം കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരിക്കും ഇന്ന് പുറത്തിറക്കുക. വിശപ്പില്ലാത്ത കേരളം, പട്ടിണിയില്ലാത്ത കേരളം, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വീട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയാകും പുറത്തിറക്കുക. വ്യക്തമാണ്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഈ ദിശയിലുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുമ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം PM മനോജ്, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ, ഒപ്പം KPCCയുടെ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ചേരുന്നു. ഒപ്പം സാമ്പത്തിക വിദഗ്ധ KN ഗംഗാധരനും ഡോക്ടർ BA പ്രകാശ്, ജോർജ് ജോസഫ് തത്സമയം ചേരുന്നു. ഒപ്പം ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകളെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം സാമ്പത്തിക വിദഗ്ധരിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ PM മനോജ്, രാഷ്ട്രീയ ദിശയിൽ ഒരു പക്ഷേ 5 വർഷത്തേക്ക് ഉള്ള സർക്കാരിൻ്റെ കർമ്മ പദ്ധതി, എല്ലാ തവണയും 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ ജനങ്ങളെ സമീപിക്കുന്നതിന് മുൻപുള്ള ആ ഒരു രൂപരേഖയാണ് മുന്നിലുള്ളത്. ഇത് വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഇത്തവണ ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട് തുറന്നു പറയാൻ. കാർഷിക മേഖല എടുക്കുന്നു, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യ സുരക്ഷാ മേഖല അടക്കം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള പൊളിച്ചെഴുത്തലുകൾ വരുത്തുന്ന തരത്തിലേക്ക് അഴിമതിയെ ചെറുക്കാനുള്ള മുദ്രാവാക്യം പോലും ഒരുപക്ഷെ അഴിമതി രഹിത വികസിത കേരളം എന്ന ഒരു ക്യാപ്ഷനിലേക്ക് അടക്കം പോയിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് തന്നെ രൂപപ്പെടുത്തുന്നു. എന്തായിരിക്കും ഒരുപക്ഷെ വ്യക്തമായ എടുത്തു പറയാൻ കഴിയുന്ന ചില മുഖമുദ്രകൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പെട്ടെന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉള്ള ഒരു ആലോചന കൊണ്ടുണ്ടാവുന്നതല്ല. അത് കഴിഞ്ഞ കുറേ കാലമായി CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ സമാഹാരമാകാനാണ് ഇടയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ജനുവരി ആദ്യം നടന്ന അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്,
ആ പഠന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പുരോഗതി ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, അത് മുറിച്ചു കടക്കാനുള്ള മാർഗങ്ങൾ, അതിന് ശാസ്ത്രീയവും യുക്തിഭദ്രവുമായ രീതികൾ, ഇതൊക്കെ വിശദമായി ഓരോ മേഖലയും നമ്മളിപ്പോൾ പരാമർശിച്ച എല്ലാ മേഖലകളും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു വലിയൊരു ജനാധിപത്യ പ്രക്രിയയായിട്ടാണ് വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു മാസം നീണ്ട ജനുവരി 15 മുതൽ ഫെബ്രുവരി 16 വരെ നീണ്ട നവകേരള മാർച്ച് CPIM നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ആ നവകേരള മാർച്ചിൻ്റെ മുദ്രാവാക്യം മാറ്റം സൃഷ്ടിക്കാനുള്ള ഒന്നായിരുന്നു. അത് അഴിമതി മുക്ത വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആ മാർച്ച് നടത്തിയത്. ആ മാർച്ചിൻ്റെ ഒരു പ്രത്യേകത, ചെല്ലുന്ന ഓരോ മേഖലകളിലും ഓരോ പ്രദേശങ്ങളിലും അവിടെ പ്രാദേശികമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ദീർഘകാലവും ഹ്രസ്വകാലവുമായി പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ, ജനങ്ങൾക്ക് നിത്യജീവിതത്തിലടക്കം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ സൂക്ഷ്മതലത്തിൽ തന്നെ വിശകലനം ചെയ്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു ആ മാർച്ച്. ആ മാർച്ച് 30 ദിവസം പിന്നിട്ട് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും കേരളം ഇന്ന് നേരിടുന്നത് എന്തൊക്കെ പ്രതിസന്ധികളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിനെന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് എന്നതിൻ്റെ ഏകദേശ രൂപരേഖ അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സമാഹരണം എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളടക്കം ആലോചിച്ചുകൊണ്ട് വളരെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഈ പ്രകടന പത്രിക വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാക്കാം, ഈ പ്രകടന പത്രിക കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ തകർച്ച, ആ തകർച്ചയിൽ നിന്ന് കേരളത്തെ നാളെയുടെ ഭാവിയുടെ ആവശ്യത്തിനായി എങ്ങനെ പരുവപ്പെടുത്താം എന്നതിൻ്റെ മാർഗരേഖയായിരിക്കും. യെസ്, തീർച്ചയായും. ശ്രീ BA പ്രകാശ്, ഇവിടെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം കേരളത്തെ എക്കാലവും വിപണിയിൽ ഇടപെടാൻ ഒരുപക്ഷെ എല്ലാ കാലവും കഴിയുന്ന രീതിയിൽ മാവേലി സ്റ്റോറുകളടക്കം വലിയ ശ്ലാഘനീയമായി രൂപപ്പെടുത്തിയ ഒരു സംസ്ഥാനം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വിലക്കയറ്റം എന്ന നിലയിലേക്ക് അതിനെ ചെറുക്കാൻ കഴിയാത്ത രീതിയിൽ കാർഷിക മേഖലയിലുണ്ടായ ദുർബലാവസ്ഥ, പക്ഷേ കമ്പോളത്തിൽ അതേസമയം ഇടപെടാൻ കഴിയുന്നില്ല. പലപ്പോഴും പല പദ്ധതികൾ രൂപപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെയും കാർഷിക മേഖലയ്ക്ക് വലിയ തോതിലുള്ള പണം ഇറക്കുന്നു, വിലക്കയറ്റത്തെ ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇതൊന്നുമേ പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ഒന്നും ഒരു റിസൾട്ടിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ ഈ പ്രകടന പത്രികയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, 5 വർഷത്തേക്ക് ഈ പറയുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ വിലവർദ്ധനവിനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അത് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗിക തലത്തിൽ ചിന്തിക്കാൻ കഴിയും? കാരണം ഇതിൻ്റെ അധിക ബാധ്യത അടക്കം സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുന്ന സാഹചര്യം, ഇതൊക്കെ നോക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ സാധ്യമായ ഒരു തീരുമാനം തന്നെയാണോ? അതായത് സാധാരണ വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മുടെ കമ്പോള വ്യവസ്ഥയിൽ നമ്മുടെ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ റബ്ബറിൻ്റെ വിലയിൽ കാര്യമായ ഒരു ഇടിയുണ്ട്. അത് അന്തർദേശീയമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ വിലയിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് അന്തർദേശീയ മേഖലകളിൽ. അപ്പോൾ ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്ട് ഈ സർക്കാർ ഓർഡർ വെച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ചലനങ്ങൾ ദേശീയ അന്തർദേശീയ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ റേഷൻ കട വഴിയോ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ വിതരണ സംവിധാനങ്ങളിൽ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വേണമെങ്കിൽ ഒരേ വിലയ്ക്ക് കൊടുക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ വിലക്കയറ്റം നമുക്ക് പിന്നീട് സർക്കാരിന് നിയന്ത്രിക്കാം. സർക്കാരിന് പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല വിലക്കയറ്റം എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം. പക്ഷേ ശ്രീ KN ഗംഗാധരൻ, ഇച്ഛാശക്തിയോടെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഈ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വിലയിരുത്തിയാൽ BA പ്രകാശ് സൂചിപ്പിച്ചതുപോലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പക്ഷേ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഒരു വെല്ലുവിളിയോടുകൂടി അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമായി CPM അല്ലെങ്കിൽ LDF ഇതിനെ കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാൽ? ഡോക്ടർ പ്രകാശ് പറഞ്ഞ കാര്യം കുറേ കൂടി വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. വിലക്കയറ്റം അങ്ങനെയൊന്നും നിയന്ത്രിക്കുക സാധ്യമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് സ്വതന്ത്ര വിപണി വ്യവസ്ഥയിൽ വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നത് പ്രയാസമായിരിക്കും. പക്ഷേ സർക്കാരിൻ്റെ സജീവമായിട്ടുള്ള പിന്തുണയും ഇടപെടലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിലക്കയറ്റം വലിയൊരു പരിധിവരെ, പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ല, വലിയൊരു പരിധിവരെ വിലക്കയറ്റത്തിൻ്റെ കെടുതികൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നുള്ളത് മുൻകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വിലക്കയറ്റത്തിൽ നമ്മൾ കേവലം അത് നിയന്ത്രണം അസാധ്യമാണ് എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ട് സമീപിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, പക്ഷേ അവിടെ പറയേണ്ടത് അവശ്യ സാധനങ്ങളുടെ വില ഏകീകരിച്ചുകൊണ്ടൊരു പട്ടിക തയ്യാറാക്കുന്നു. അതിനുശേഷം ഈ വില സ്ഥിരത ഉണ്ടാകും. ഇപ്പോൾ പറഞ്ഞുവല്ലോ, ഇപ്പോൾ
പ്രകടന പത്രികയിൽ എന്തെല്ലാം ഉണ്ടാകുന്നുള്ളൂ നമ്മൾ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സൂചിപ്പിച്ചനുസരിച്ച് 5 കൊല്ലത്തേക്ക് വരുന്ന 5 വർഷം വില പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തപ്പെടും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ നിർത്താൻ വലിയൊരു ബാധ്യതയാണ് സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. വലിയ ബാധ്യതയാണ്. അങ്ങനെ ബാധ്യത ഏറ്റെടുക്കാനുള്ള കെൽപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കെൽപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ധനസ്ഥിതി എന്ന് പറയുന്നത് സർക്കാരിന് ലഭ്യമാകുന്ന വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ കഴിഞ്ഞാൽ സർക്കാർ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നിറവേറ്റാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, തീർച്ചയായും. അവിടെ ഇപ്പോൾ പ്രസ് മീറ്റ് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുന്നെങ്കിലും ജ്യോതികുമാർ, ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകുമോ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും 2 മുന്നണികളും പ്രകടന പത്രിക അവതരിപ്പിക്കുക സ്വാഭാവികമാണ്. ഇതിൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇച്ഛാശക്തിയോടെ നടപ്പാക്കാൻ കഴിയും, അതിനെ എത്രത്തോളം പ്രായോഗികമായി അതിനെ വിഷയങ്ങളെ കാണുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. ശ്രീ ജ്യോതികുമാർ, പ്രസ് മീറ്റ് ആരംഭിച്ചിരിക്കുന്നു. മാധ്യമങ്ങളെ കാണുകയാണ്. പ്രകടന പത്രിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതനുസരിച്ച് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിക്കുന്നവരും ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ട്. മുന്നണിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചില കക്ഷികൾ അങ്ങനെ സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല. പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടും. അതിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിലെ അംഗമാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രക്ഷോഭണ സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. തുടർന്ന് ഉള്ള മറ്റ് സഹകരിക്കുന്ന കക്ഷികളെപ്പോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലാകെ സഹകരിക്കും. ആ ഫോർവേഡ് ബ്ലോക്കിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റികളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലും പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. മറ്റ് സഹകരിക്കുന്ന കക്ഷികളെല്ലാം ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തന്നെ അവരുണ്ടാകുകയും ചെയ്യും. ഇതോടൊപ്പം ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, ചെയ്യാൻ കഴിയും, എന്തൊക്കെ തെറ്റ് തിരുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നേരിടുന്ന കേരളത്തിനെ അതിൻ്റെ തനതായ വളർച്ചയിലോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിലും വികസന രംഗത്ത് മുരടിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുന്നേറ്റം സൃഷ്ടിക്കാനും കഴിയണം എന്ന ധാരണയോടുകൂടി ഞങ്ങൾ ദീർഘസമയം ചർച്ച ചെയ്ത് ഒരു പ്രകടന പത്രികയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് കേരളം നേടിയ നേട്ടങ്ങളെല്ലാം തകർക്കുന്ന നടപടിയാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ ഏറ്റവും പിന്തിരിപ്പൻ നയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആഗോളവൽക്കരണ നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്നതിനാണ് UDF സർക്കാർ പരിശ്രമിച്ചത്. കേന്ദ്ര സർക്കാരാവട്ടെ കേരളത്തിൻ്റെ ചുമതലകൾ പരിഗണിക്കുന്നതിൽ തയ്യാറായിട്ടില്ല. നേരത്തെ നൽകുമെന്ന് നിശ്ചയിച്ച വൻകിട പദ്ധതികൾ പോലും നൽകുന്നതിനോ തകർന്നു കിടക്കുന്ന കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനോ തയ്യാറായില്ല.
ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നിലവിലുള്ള നേട്ടങ്ങളെ നിലനിർത്തുകയും കോട്ടങ്ങളെ മറികടക്കുന്നതിനും പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തും ഒരു വികസന പരിപ്രേക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയാണ്. വേണം നമുക്കൊരു പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. വേണം നമുക്കൊരു പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത LDF അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. അതിനിണങ്ങുന്ന കാര്യപരിപാടിയാണ് പ്രകടന പത്രികയിലൂടെ അവതരിപ്പിക്കുന്നത്. 35 ഇന കർമ്മ പദ്ധതികളും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 600 നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. 35 ഇന കർമ്മ പദ്ധതികളും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 600 നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രകടന പത്രിക. 35 ഇന പരിപാടി. അതിലൊന്ന് 25 ലക്ഷം പേർക്ക് തൊഴിൽ IT, ടൂറിസം മേഖലകളിലും ഇലക്ട്രോണിക്സ് തുടങ്ങിയ ആധുനിക വ്യവസായ മേഖലകളിലുമായി അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് 5 വർഷം കൊണ്ട് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതോടൊപ്പം കൃഷി, കെട്ടിട നിർമ്മാണം, വാണിജ്യം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകളിലുമായി 15 ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. 1500 സ്റ്റാർട്ടപ്പുകൾ വർഷം തോറും 1000 നൂതന ആശയങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രോത്സാഹനം SC/ST വിഭാഗങ്ങൾ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരും. 1 കോടി അധിക ചതുരശ്ര അടി IT പാർക്ക്. കേരളത്തിലെ IT പാർക്ക് വിസ്തൃതി 1.3 കോടി ചതുരശ്ര അടിയിൽ നിന്നും 2.3 കോടി ചതുരശ്ര അടിയായി വർദ്ധിപ്പിക്കും. വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കും. കേരളത്തിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 12 ലക്ഷത്തിൽ നിന്നും 5 വർഷം കൊണ്ട് 24 ലക്ഷമായി ഉയർത്തും. പൊതുമേഖല ലാഭത്തിൽ പൊതുമേഖലയെ വീണ്ടും പുനരുദ്ധരിക്കും. ഉൽപാദനശേഷിയിൽ 50% വർധനവ് സൃഷ്ടിക്കും. പ്രകൃതിവാതക പൈപ്പ് ലൈൻ പൂർത്തീകരിക്കൽ. വാതക പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചുകൊണ്ട് കൊച്ചി പ്രകൃതിവാതക ടെർമിനലിനെ ദേശീയവാതക ഗ്രിഡുമായി ബന്ധിപ്പിക്കും. അതുവഴി താപോർജ അധിഷ്ഠിത വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടും. ഇലക്ട്രോണിക് ഹാർഡ്വെയർ വ്യവസായ വികസനം. കെൽട്രോൺ പുനരാരംഭിക്കും. ആമ്പല്ലൂർ ഇലക്ട്രോണിക് ഹാർഡ്വെയർ പാർക്ക് പൂർത്തീകരിക്കും. ഈ മേഖലയിൽ ഒരു ദേശീയ ഹബ്ബായി കേരളത്തിനെ മാറ്റും. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ. കൃഷിക്കാരുടെ പ്രൊഡ്യൂസർ കമ്പനികളുടെ ആഭിമുഖ്യത്തിൽ നാളികേരം, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായ ശൃംഖലയ്ക്ക് രൂപം നൽകും. കാർഷിക വരുമാന ഉറപ്പ്. കർഷകർക്ക് മിനിമം വരുമാനം ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരംഭിക്കും. ക്ഷേമ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ലേബർ ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കും. കർഷക തൊഴിലാളികൾക്ക് ആധുനിക കൃഷി സങ്കേതങ്ങളിൽ പരിശീലനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തും. നെൽവയലുകൾക്ക് റോയൽറ്റി നൽകും. കൃഷിക്കായി കൂടുതൽ തുക നീക്കിവെക്കും. റബ്ബറിൻ്റെ റീപ്ലാന്റിംഗ് സബ്സിഡി ഹെക്ടറിന് 1 ലക്ഷം രൂപയായി ഉയർത്തും. വിലയോട് ബന്ധപ്പെടുത്തി റബ്ബർ കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പുവരുത്താൻ ഏക്കർ അടിസ്ഥാനത്തിൽ സബ്സിഡി നൽകും. ഇതിനായി കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തും. ആവശ്യമെങ്കിൽ വമ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കും. സംസ്ഥാന സർക്കാരും ഈ സബ്സിഡിയുടെ ഭാരത്തിൽ ഒരു ഭാഗം വഹിക്കും.
റബ്ബർ ലാറ്റക്സും റബ്ബർ ഷീറ്റും കാർഷിക ഉൽപ്പന്നവുമായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൻ്റെ അന്തിമ വിലയുടെ ഒരു അംശം കർഷകന് ലഭിക്കത്തക്ക വിധം ആവശ്യമായ നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടും. തോട്ടവിള കൃഷിക്കാരുടെ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിക്കും. അവയുടെ ആഭിമുഖ്യത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പാദനം നടത്തും. ഇതിനാവശ്യമായ ഉദാരമായ ധനസഹായം നൽകുന്നതിന് സർക്കാർ നൽകും. ഇതിനായി പ്രത്യേകം വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കും. റബ്ബർ മരങ്ങളെ വിൽപ്പന നികുതിയിൽ നിന്ന് 3 വർഷത്തേക്ക് ഒഴിവാക്കും. റോഡ് നിർമ്മാണത്തിലും ഇതര നിർമ്മാണ പ്രവർത്തനങ്ങളിലുമുള്ള റബ്ബറിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കും. വൻകിട റബ്ബർ വ്യവസായം കേരളത്തിൽ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേര കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. മറ്റ് വൻകിട പ്രോജക്റ്റുകൾ: വിഴിഞ്ഞം ഹാർബർ, അഴീക്കൽ, ബേപ്പൂർ, പൊന്നാനി, തങ്കശ്ശേരി തുടങ്ങിയ ചെറുകിട തുറമുഖങ്ങൾ, ലൈറ്റ് മെട്രോ, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി തുടങ്ങിയ പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വൈദ്യുതി ഉൽപ്പാദനം: 1200 മെഗാവാട്ട് ശേഷിയുള്ള തെർമൽ നിലയം, 300 മെഗാവാട്ട് ജലവൈദ്യുതി, 1000 മെഗാവാട്ട് സോളാർ വൈദ്യുതി എന്നീ നിലകളിൽ ഉൽപ്പാദന ശേഷി കൈവരിക്കും. ജലസുരക്ഷാ ക്യാമ്പയിൻ: ജലസുരക്ഷയ്ക്ക് വേണ്ടി ഒരു ബൃഹത് ക്യാമ്പയിൻ ആരംഭിക്കും. മൈക്രോ നീർത്തടം മുതൽ നദീതടം വരെ സമഗ്രമായ മണ്ണ് ജലസംരക്ഷണ നടപടികൾ ആവിഷ്കരിക്കും. അന്തർ സംസ്ഥാന നദീജല കരാറുകൾ സമയബന്ധിതമായും കാലോചിതമായും പുനരവലോകനം ചെയ്യുന്നതിനു വേണ്ടി ഒരു സ്ഥിരം കർമ്മസേന ഉണ്ടാക്കും. ഭക്ഷ്യസുരക്ഷ: പച്ചക്കറി, മുട്ട, പാൽ എന്നിവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കും. തീരദേശ പാക്കേജ്: 5000 കോടിയുടെ തീരദേശ പാക്കേജ് പ്രഥമമായത് തീരദേശ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ സൂചകങ്ങളിൽ സംസ്ഥാന നിലവാരത്തിനൊപ്പം എത്തുന്നതിന് മാതൃകാ മത്സ്യഗ്രാമ പദ്ധതി നടപ്പിലാക്കും. പരമ്പരാഗത വ്യവസായ സംരക്ഷണം: കയർ, കൈത്തറി, പനമ്പ്, ഖാദി, കശുവണ്ടി, ചെത്ത് തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകളെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നവീകരിക്കും. പരമ്പരാഗത വ്യവസായങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിക്കും. റോഡ് വികസനം: ദേശീയപാത 4 വരിയാക്കും. സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും BM&BCയിൽ പുതുക്കിപ്പണിയും. ഗ്രാമീണ റോഡുകൾ ഒറ്റത്തവണ പുനരുദ്ധരിക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. എല്ലാ ബൈപ്പാസുകളും പൂർത്തീകരിക്കും. കേരളത്തിൽ ഘട്ടം ഘട്ടമായി സ്മാർട്ട് റോഡ് പദ്ധതി നടപ്പാക്കും. ജലപാതകൾ: ദേശീയ ജലപാതകൾ പൂർത്തീകരിക്കും. ജലപാതാ നിർമ്മാണം പൂർത്തീകരിക്കും. കേരളത്തിലെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് ജലമാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അതിവേഗ ഫെറി സർവീസ് ആരംഭിക്കാൻ പഠനം നടത്തും. റെയിൽവേ: നിർദ്ദിഷ്ട പുതിയ റെയിൽവേ ലൈനുകൾ പൂർത്തീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തും. സംസ്ഥാനത്ത് നിലവിലുള്ള 2 വരി റെയിൽപാത 4 വരി പാതയാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് സംയുക്ത കമ്പനി ഉണ്ടാക്കും. ഇരട്ടിപ്പിക്കുന്ന പാത അതിവേഗ ട്രെയിൻ ഓടിക്കാൻ സജ്ജമാക്കാൻ ശ്രമിക്കും. ശുചിത്വ കേരളം: കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി മാറ്റും. ഇതിനായി ഒരു ജനകീയ ക്യാമ്പയിൻ രൂപം നൽകും. പാർപ്പിടം: ഭൂരഹിതർക്കെല്ലാം കിടപ്പാടമെങ്കിലും ലഭ്യമാക്കും. EMS പാർപ്പിട പദ്ധതി, MN ലക്ഷം വീട് പദ്ധതി എന്നിവ പുനരുജ്ജീവിപ്പിച്ച് 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീടും കക്കൂസും ഉറപ്പുവരുത്തും. ആരോഗ്യമേഖല: നിലവിലുള്ള സ്റ്റാഫ് പാറ്റേൺ പുനഃപരിശോധിക്കുകയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം ഇരട്ടിയായി ഉയർത്തുകയും ചെയ്യും. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഉയർത്തും. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യം കാത്തിലാബും താലൂക്ക് ആശുപത്രികൾ വരെ സ്ഥാപിക്കും. താലൂക്ക് ആശുപത്രികളിൽ അർബുദരോഗ പരിശോധന സംവിധാനമുണ്ടാക്കും. ആയുർവേദ സർവകലാശാല സ്ഥാപിക്കും.
500 കോടി രൂപ മുതൽ മുടക്കി ഏറ്റവും ആധുനികമായ ലബോറട്ടറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കും. സ്കൂൾ വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലേക്ക് 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഹൈടെക് ആക്കും. പൂർവ്വ വിദ്യാർത്ഥികളെയും അഭ്യുദയകാംക്ഷികളെയും സഹകരണത്തോടെ 1000 പൊതുവിദ്യാലയങ്ങൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തും. മികവിൻ്റെ കേന്ദ്രങ്ങൾ സർവകലാശാല കേന്ദ്രങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. സഹകരണ സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ തുടങ്ങിയവ സാമൂഹ്യ സംരംഭങ്ങൾ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിപുലീകരിക്കും. പട്ടികജാതി പട്ടികവർഗക്ഷേമം ഊരുകൂട്ടങ്ങൾക്ക് പദ്ധതി ആസൂത്രണത്തിൽ പൂർണ്ണ അധികാരം ഉറപ്പുവരുത്തും. മേൽനോട്ടാധികാരവും നൽകും. പട്ടികജാതി വികസന ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച് എല്ലാ തലങ്ങളിലും മേൽനോട്ട സമിതികൾക്ക് രൂപം നൽകും. ജനകീയാസൂത്രണം ജനകീയാസൂത്രണത്തിൻ്റെ 2ാം പതിപ്പ് ആരംഭിക്കും. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് ആരംഭിക്കും. ജെൻഡർ ബഡ്ജറ്റിംഗ് പുനഃസ്ഥാപിക്കും. കുടുംബശ്രീയെ ഗ്രാമസഭകളുടെ ഉപഘടകങ്ങളാക്കി മാറ്റും. കുടുംബശ്രീക്ക് 4% പലിശയ്ക്ക് വായ്പ ഉറപ്പുവരുത്തും. സാംസ്കാരിക നവോത്ഥാനം, സാംസ്കാരിക മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി ഉയർത്തും. വിദ്യാഭ്യാസ ബഡ്ജറ്റിൻ്റെ 1% ലൈബ്രറികൾക്ക് ഗ്രാൻഡായി നൽകും എന്നുറപ്പുവരുത്തും. ലൈബ്രറികളെ ഡിജിറ്റലൈസ് ചെയ്യും. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് ധനസഹായം നൽകും. സ്കൂൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ എല്ലാ കലകളിലും കുട്ടികൾക്ക് പരിശീലിക്കാൻ സൗകര്യം സൃഷ്ടിക്കും. പരിസ്ഥിതി സൗഹൃദ കേരളം, മണ്ണും ജലവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിന് ജനപങ്കാളിത്തത്തോടെ നീർത്തട അടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കും. തണ്ണീർത്തട നിയമം കർശനമായി നടപ്പിലാക്കും. ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കും. പ്രവാസികൾ വികസന നിധി ആരംഭിക്കും. ഈ നിധിയിൽ നടത്തുന്ന നിക്ഷേപം ഉപയോഗിച്ച് ആരംഭിക്കുന്ന വ്യവസായശാലകളിൽ പ്രവാസി തിരിച്ചു വരുമ്പോൾ യോഗ്യതകളുണ്ടെങ്കിൽ ജോലിക്ക് അർഹതയുണ്ടാവും. തിരിച്ചു വരുന്നവർക്ക് വിപുലമായ പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കും. പൊതുവിതരണം, കേരളത്തിലെ BPL പരിധി ഗണ്യമായ ഒരു വിഭാഗം പാവപ്പെട്ടവരെ പൊതുവിതരണത്തിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. AAY BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി വിതരണം ചെയ്യും. വിവിധ അസംഘടിത മേഖല തൊഴിലാളി വിഭാഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും BPL ആയി പരിഗണിച്ച് അവർക്ക് കൂടി സൗജന്യ റേഷൻ നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. പൊതുവിതരണം ശക്തിപ്പെടുത്തും. അടച്ചുപൂട്ടിയ ന്യായവില കടകൾ തുറക്കും. സിവിൽ സപ്ലൈസ് കൺസ്യൂമർ ഫെഡ് കടകളിൽ അടുത്ത 5 വർഷത്തേക്ക് വില വർദ്ധിപ്പിക്കില്ല. വിശപ്പില്ല കേരളം. ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും കേരളത്തിലുണ്ടാവില്ല. ന്യായവിലയ്ക്ക് നല്ല ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളുടെ ശൃംഖല സൃഷ്ടിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 1 മുതൽ എല്ലാ പെൻഷനുകളും 1000 രൂപയായി ഉയർത്തും. തുടർന്നുള്ള വർഷങ്ങളിൽ വർധനവ് വരുത്തി കൊണ്ടിരിക്കും. അർഹരായ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും പെൻഷൻ നൽകും. കുടിശ്ശികയില്ലാതെ മാസം തോറും പെൻഷൻ വീട്ടിലെത്തിക്കും. എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ലഭ്യമാക്കും. കേരളത്തിൻ്റെ ബാങ്ക്, ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റേതായ ഒരു വൻകിട ബാങ്കിങ്ങിന് രൂപം നൽകും. സഹകരണ മേഖലയിൽ ദ്വിതല സമ്പ്രദായമായിരിക്കും. അഴിമതിക്ക് അന്ത്യം കുറിക്കും. സദ്ഭരണം ഉറപ്പാക്കും. 2ാം ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. ഗവേൺസ് ഫലപ്രദമാക്കും. എല്ലാ പരാതികളിലും പ്രശ്നങ്ങളിലും 30 ദിവസത്തിനകം സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കും. പരാതികളോ ആവശ്യങ്ങളോ തള്ളപ്പെട്ടാൽ അവ പുനഃപരിശോധിച്ച് വ്യക്തത ഉണ്ടാക്കുന്നതിന് ജനപങ്കാളിത്തത്തോടെയുള്ള സംവിധാനം ഒരുക്കും. സെക്രട്ടേറിയറ്റ് അടിസ്ഥാനമായ സംവിധാനം മാറ്റി കേന്ദ്ര സർക്കാരിനെ പോലെ ഡയറക്ടറേറ്റ് രീതിയിൽ വികേന്ദ്രീകൃതവും ഫലപ്രദവുമായ സംവിധാനം കൊണ്ടുവരും. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത്. എല്ലാ സർക്കാർ സേവനങ്ങളും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുന്ന സേവന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും.
വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കും. യുവാക്കളുടെ പ്രശ്നങ്ങൾ. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കും. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതി അവസാനിപ്പിക്കും. അഡ്വൈസ് മെമ്മോ ലഭിച്ച് 90 ദിവസത്തിനകം നിയമന ഉത്തരവ് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഓരോ വകുപ്പിലും ഉണ്ടാകുന്ന ഒഴിവുകൾ 10 ദിവസത്തിനകം PSCയെ അറിയിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഭാഷ. ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തും. ഗവേൺസ് മലയാളത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. കോടതി ഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. തൊഴിൽ പരീക്ഷകൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ എന്നിവ മലയാളത്തിൽ എഴുതാൻ അവസരമുണ്ടാക്കും. ഗവേഷണ പ്രബന്ധങ്ങളടക്കം മലയാളത്തിൽ സമർപ്പിക്കുന്നതിന് സംവിധാനമുണ്ടാക്കും. ബിരുദതലം വരെ മലയാളം പഠനം നിർബന്ധമാക്കും. ബന്ധഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കും. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. മാധ്യമരംഗം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഫലപ്രദമാക്കും. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തന പഠന കോഴ്സുകൾ പൊതുരൂപം നൽകും. അപ്പർ പ്രൈമറി തലം മുതൽ പാഠ്യപദ്ധതിയിൽ മാധ്യമ സാക്ഷരത ഉൾക്കൊള്ളിക്കും. മാധ്യമ പഠനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരു കടമയായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. മാധ്യമ പഠനങ്ങൾക്ക് സർവകലാശാലകളിൽ വേറിട്ട വകുപ്പുകൾ ആരംഭിക്കും. ഈ രംഗത്ത് ബിരുദാനന്തര കോഴ്സുകൾ നടപ്പിലാക്കും. വൈദ്യുതി ബോർഡിൻ്റെ തൂണുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ കേരള നെറ്റ്വർക്ക് സ്ഥാപിക്കും. 5 വർഷത്തിനുള്ളിൽ 100 രൂപയ്ക്ക് വീട്ടിലും 300 രൂപയ്ക്ക് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും 1000 രൂപയ്ക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിലൂടെ ലഭ്യമാക്കും. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക പരിഗണന നൽകുകയും വാടക കുറയ്ക്കുകയും ചെയ്യും. ജീവനക്കാരുടെ മേഖല. EK നായനാർ അധ്യക്ഷനായുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലാക്കണമെന്ന ശമ്പള കമ്മീഷൻ്റെ നിർദ്ദേശം തള്ളിക്കളയും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കും. സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡർ രൂപീകരിക്കും. അൺഎയ്ഡഡ് മേഖല. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുതകുന്ന സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടുവരും. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണവും അക്കാദമിക് മികവും ഉറപ്പുവരുത്തും. മദ്യനയം. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്നതിന് ഉതകുന്ന നയം ആവിഷ്കരിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം മദ്യവർജനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. സംവരണം. നിലവിലുള്ള സംവരണം സംരക്ഷിക്കും. മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിന് സമ്മർദ്ദം ചെലുത്തും. SC/ST സംവരണം സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും. നിലവിലുള്ള പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ഇടപെടും. വാണിജ്യ മിഷൻ രൂപീകരിക്കും. കേരളത്തിൽ മണൽ, ക്വാറി തുടങ്ങിയ മേഖലയിൽ സർക്കാർ ഇടപെടും. പൊതുജനങ്ങൾക്ക് സഹായ വിലയ്ക്കും വൻകിട നിർമ്മാണത്തിന് മാർക്കറ്റ് വിലയ്ക്കും ഇവ ലഭ്യമാക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളെ മെട്രോ സിറ്റിയായി വളർത്തിയെടുക്കും. തലസ്ഥാന വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവും. മലബാർ വികസനത്തിന് പ്രത്യേകിച്ച് കാസർഗോഡ്, വയനാട് പോലുള്ളവയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ട്രാൻസ്ജെൻഡർ വിഭാഗം, ഭിന്നശേഷിക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകും. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടും. കുടുംബശ്രീയുടെ നീക്കിയിരിപ്പ് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി കായിക രംഗം ഉപയോഗിക്കുന്ന ബൃഹത് പദ്ധതിക്ക് രൂപം നൽകും. ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി കൊണ്ടുവരും. വർഗീയ പ്രചരണങ്ങളെയും സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങളെയും ശക്തമായി നേരിടും.
നിരപേക്ഷതാ സംസ്കാരം ഉറപ്പുവരുത്തുന്നതിന് സംവിധാനം ഉണ്ടാക്കും. ബജറ്റ് ചെലവ് ഇന്നുള്ളതിൽ നിന്നും ഗണ്യമായി ഉയർത്തി സംസ്ഥാന വരുമാനത്തിൻ്റെ 17-18% മിനിമം കൂലി 500 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ താലൂക്കുകളിലും കുടുംബ കോടതി സ്ഥാപിക്കും. പരിസ്ഥിതി കോടതി ട്രിബ്യൂണൽ ആരംഭിക്കും. നോക്കുകൂലിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും. തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തും. ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, പാർപ്പിടം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം വികസനത്തിന് അടിത്തറ ഒരുക്കുന്ന വിധം കാർഷിക വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ ഇടപെടലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നു. നടപ്പാക്കുന്ന രീതി: അധികാരമേറ്റ ഉടനെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരു കലണ്ടർ തയ്യാറാക്കും. ഓരോ വർഷവും നടന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരങ്ങൾ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തി കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാട് സ്വീകരിക്കും. അങ്ങനെ ഈ 600 നിർദ്ദേശങ്ങളും അതിൽ 35 പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്ന സ്ഥിതിയിലുള്ള ഒരു പ്രകടന പത്രിക. ഈ പ്രകടന പത്രിക ഞങ്ങൾ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നു. ഇരുന്നിട്ടാണോ കാണിക്കുന്നത്? ഇതാണ് പ്രകടന പത്രിക. കണ്ണീർ വെള്ളം കുടിച്ചു കുടിക്കുകയല്ല. 600 എണ്ണം വരുമ്പോൾ വെള്ളം കുടിക്കും. ഇനി പ്രകടന പത്രികയെല്ലാം നിങ്ങൾക്ക് കിട്ടും. കൊടുത്തേ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് വേറെ ഒന്നുമില്ലല്ലോ ഇനി പറയാം. എല്ലാവർക്കും വേണം എല്ലാവർക്കും കൊടുത്തോ. അപ്പോൾ ഈ പ്രകടന പത്രികയുടെ പ്രചരണത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനും വേണ്ടി മാധ്യമങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണം. ഈ ബാറ് പൂട്ടി എന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തുറന്നല്ലോ. അങ്ങനെ കേരളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം തന്നെ 8 എണ്ണം തുറന്നത് ന്യായമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി 600 പരം ബാറുകൾക്ക് എല്ലാ വൈനും അതിലുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ബിയറും വൈനും അത് മദ്യം തന്നെയാണ് ഇതെല്ലാം. പക്ഷെ നാട്ടിൽ നിരന്തരമായിട്ട് ഒരു കളവ് പറഞ്ഞ് മദ്യനിരോധനം ഏർപ്പെടുത്തി എന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കുക. ഏത് കാലത്തേക്കാളും മദ്യം ഇവിടെ ഒഴുകുകയാണ്, വ്യാജമദ്യവും ഒഴുകുകയാണ്. ഇങ്ങനെ ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത്തരം രീതിയിൽ അതിൽ തന്നെ 1000-ൽ പരം കോടി രൂപ 1500 പരം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി.
ഉപഭോഗം വർദ്ധിച്ചു. അപ്പോൾ ഒരു കളവ് പറഞ്ഞിട്ട് ഒരു ചോദ്യമാണ് വരുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമായിരിക്കുന്നില്ല. ഞങ്ങൾ ഇതിന് കൃത്യമായി തന്നെ ഈ മദ്യരംഗത്ത് അത് കുറച്ചു കൊണ്ടുവരാനുള്ള ക്രിയാത്മകമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വരും. അതല്ലേ പറഞ്ഞ അത് അടച്ചില്ലല്ലോ. അവിടെ വൈനും എന്താ ബിയറും അല്ലേ അവിടെ കച്ചവടം. അതെ ഞാനീ പറയുന്നത് അതിലേതെന്നുള്ളതല്ല. ഞങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗവും സ്വീകരിക്കും. അത് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യങ്ങളിലില്ല. ഇപ്പം തന്നെ അതെല്ലാം കൊടുക്കാനുള്ള ഒരു സംവിധാനവും കൂടി ഉണ്ടാക്കുന്നു. ഈ ഏതാനും ദിവസമേ ഉള്ളൂ. ആ ദിവസത്തിനകം ഇനി അത്ര വാറ് വരുമെന്ന് ആർക്കറിയാം. അങ്ങനെ അടച്ചെങ്കിലല്ലേ തുറക്കോ എന്ന് ചോദിക്കണതിന് അർത്ഥമുള്ളൂ. അടക്കാത്ത ബാറെങ്ങനെയാ അടച്ചടച്ചെന്ന് പറയുക, ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുക, മദ്യം ഒഴുക്കുക, വ്യാജമദ്യവും വരിക, ഇതെല്ലാം ഈ നാട്ടിൽ വന്നിട്ട് തിരിച്ചു നിന്നൊരു ചോദ്യമാണ്. അടച്ചത് തുറക്കുമെന്ന് അടയ്ക്ക്. എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിക്കാം. പിന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇവിടുത്തെ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കും അറിയാം. അല്ലല്ല, പൂട്ടിയിട്ടില്ല എന്നാ ഞങ്ങളുടെ നിലപാട്. ഇവിടെ ഒരു ഷാപ്പും പൂട്ടിയിട്ടില്ല. പിന്നെ പേര് മാറ്റി അതേ ഇടപാട് നടത്തുകയാണ്. അതാണ്. നമ്മൾ പറഞ്ഞിട്ടല്ലോ. അല്ല, അത് പ്രായോഗികമായി എന്താണെന്ന് നമുക്ക് ഞങ്ങള് അല്ല, ഇതിലിപ്പോ വളരെ വ്യക്തമല്ലേ. ഈ ബാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞു മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാനുള്ള ഏത് മാർഗവും ജനകീയ പങ്കാളിത്തത്തോടു കൂടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്താണ് ഇത് ചെയ്യാൻ കഴിയുക? അതേ വാക്ക് അതേ വായിൽ നിന്ന് നിയമം കൊണ്ട് സാധിക്കില്ല. വേറെ കാര്യങ്ങളുണ്ട്. മദ്യത്തിനെയും കുറിച്ചും മാത്രം പറയുമ്പോൾ ഇവിടെ നടക്കുന്ന വമ്പിച്ച രീതിയിലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുണ്ട്. അവയെയും നിയന്ത്രിക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പ്രായോഗികമായ നടപടിയെടുക്കും. എല്ലാ വിദ്യാലയങ്ങൾ 8ാം ക്ലാസ്സോ അതിനും കൂടി താഴെ വരെയും ഇത് ഉപയോഗിക്കുകയാണ്. വലിയ മാഫിയ സംഘം നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു അക്ഷരം പോലും ആളുകൾ പറയുന്നില്ല. ഇത്ര വലിയ കൊള്ള നടക്കുന്നതിനെതിരായിട്ട് വളരെ ബോധപൂർവമാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി ശക്തിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അത് പുനഃപരിശോധിക്കും. അത് തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് അനുകൂലമായി അത്തരം കാര്യങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. പുനഃപരിശോധിക്കുകയും ചെയ്യും. അതല്ലേ പരിശോധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഉടനെ തന്നെ അത് അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ പറയും. ഓട്ടോണമസ് കോളേജിൻ്റെ ഒരു പ്രത്യേകത, ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നതിന് ഞങ്ങളെതിരാണ്. അത് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുമെന്ന് പറയുമ്പോൾ ഈ ഓട്ടോണമസ് കോളേജ് അല്ലെങ്കിൽ സർവകലാശാലകൾ വരുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കണമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരിടത്തും മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടല്ല അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അതേ രീതിയിൽ കണ്ട്
അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ വിദ്യാഭ്യാസ രംഗത്ത്. ആരോടും ഒരു പ്രതികാര ബോധത്തോടു കൂടിയല്ലോ നീങ്ങുന്നത്. ശരി, അവർക്ക് ഇഷ്ടമുള്ള എഴുതും. അതിൻ്റെ എല്ലാവർക്കും ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കടക്കം ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രിക LDF-ന്റെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ സമഗ്രമായ വിലയിരുത്തലുകളിലേക്കും ഒപ്പം സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലൊക്കെയുമുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രഖ്യാപനമാണ് കൺവീനർ നടത്തിയത്. ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ PM മനോജ്, എല്ലാ വസ്തുതകളും ഒരുപക്ഷെ പൂർണ്ണമായി തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു. പൊതുവെ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒട്ടേറെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ വരുന്നു. കാർഷിക മേഖലയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരുന്നു. ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാലും സാമൂഹ്യ, വിദ്യാഭ്യാസ, പാർപ്പിടം അല്ലെങ്കിൽ ഭക്ഷണം, എല്ലാ ഭക്ഷ്യസുരക്ഷയ്ക്ക് അടക്കം പ്രാധാന്യം നൽകുന്ന കുറച്ച് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ വ്യത്യസ്തത അവകാശപ്പെടാൻ കഴിയുന്നത്. തീർച്ചയായും LDF വരും, എല്ലാം ശരിയാകും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് വെക്കുന്ന ഒരു മുദ്രാവാക്യം. ഇപ്പോൾ ഈ പ്രകടന പത്രിക സഖാവ് വൈക്കം വിശ്വൻ അവതരിപ്പിച്ച് കണ്ടപ്പോൾ അത് വെറുമൊരു മുദ്രാവാക്യമല്ല. കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനും എല്ലാം ശരിയാക്കാനുമുള്ള കർമ്മ പദ്ധതിയാണ് ഈ 600 നിർദ്ദേശങ്ങൾ. അതിൽ 35 കാര്യങ്ങൾ ചെയ്യുമെന്ന പ്രഖ്യാപനം. അത് ഇന്ന് സാധാരണ നമ്മൾ ഈ മുക്കാൽ മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ നമ്മൾ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്ന ഒരു സമീപനം. അതായത് കേരളം കഴിഞ്ഞ 5 വർഷമായി ഏതൊക്കെ പ്രതിസന്ധികളിലാണ്, ഏതൊക്കെ ചുഴികളിലാണ് വീണത്, ആ ചുഴികളിൽ നിന്ന് കേരളത്തെ കൈപിടിച്ച് ഉയർത്താനുള്ള സമഗ്രമായ കർമ്മ അവിടെ കാർഷിക മേഖലയ്ക്ക്, കാരണം കാർഷിക മേഖലയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകാനുള്ള ഒരു കാര്യം, കാരണം ഈ ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ സർക്കാർ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, നീക്കിവെക്കുന്നു എന്ന് അവകാശപ്പെട്ടു. പക്ഷേ പരമ്പരാഗത ഉപജീവന മാർഗമായ കാർഷിക മേഖല എക്കാലവും, കാരണം ദേശീയ ശരാശരി അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തര പൊതുവെ പരിശോധിച്ചാൽ തന്നെ കാർഷിക മേഖലയിലുള്ള ദുർബലാവസ്ഥ പ്രകടമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ബദൽ മാർഗങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തുമ്പോഴും അതൊന്നും തന്നെ ഒരു പ്രായോഗിക തലത്തിൽ അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്ത് അവകാശപ്പെടാൻ കഴിയും കാർഷിക മേഖലയിലൂടെ ഒരു പുനരുദ്ധാരണം? കാർഷിക മേഖലയുടെ ഒരു പ്രധാന പ്രശ്നം അത് പരമ്പരാഗത രീതികളിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാഗ്നേഷനിൽ നിന്നും മുറിച്ച് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പ്രകടന പത്രികയിൽ പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. യുവാക്കളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കും. അതായത് വൈറ്റ് കോളർ ജോലികൾക്ക് മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയെ അവർക്ക് ഈ കൃഷിയിലേക്ക് വരണമെങ്കിൽ കൃഷി ലാഭകരമാകണമെങ്കിൽ അതിന് ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം, ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാവണം, വിത്തിൻ്റെ ലഭ്യത, വളത്തിൻ്റെ ലഭ്യത, ഇതൊക്കെ ഉണ്ടാവണം. ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല, കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം. പിന്നെയോ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീർത്തടം, അതുപോലെ ഞാൻ അവിടെയാണ് ഞാൻ ചോദിച്ചത്. കാരണം നെൽവയൽ പരിശോധിച്ചാൽ അതിൻ്റെ വിസ്തൃതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിസ്തൃതി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. 2, നാളികേരം പരിശോധിച്ചാൽ ദേശീയ ശരാശരി നോക്കുമ്പോൾ വിസ്തൃതി നാളികേര കൃഷി അല്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഗുണപരമായ ഒരു കർഷകരിലേക്ക് അതിൻ്റെ ഗുണഫലം എത്തുന്നില്ല. മറ്റൊന്ന് റബ്ബറിൻ്റെ ശോച്യാവസ്ഥ, അത് നമ്മൾ പറയേണ്ട കാര്യവുമില്ല. ഇങ്ങനെ പൾസുകൾ പലതും തൊട്ടറിഞ്ഞ്, കാരണം കൃഷിക്കാരൊക്കെ തന്നെ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് ഇന്നുള്ള പ്രശ്നം ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. അത് ആസിയൻ കരാർ പോലെയുള്ള കരാറുകൾ, പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ നിയോ ലിബറൽ നയങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തീർത്തും ഒരു സ്തംഭനത്തിൽ നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പുറകോട്ടടിക്കുന്ന അവസ്ഥയാണ് കാർഷിക മേഖല. റബ്ബറിൻ്റെ കാര്യം നമ്മൾ കേട്ടു.
കാരണം റബ്ബർ കേരളത്തിൽ ഏറ്റവും മികച്ച റബ്ബർ ഉണ്ടാവുന്നു, ആ റബ്ബർ കർഷകരാകെ ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷേ ശ്രീ പി മനോജ് ഒക്കെയും പറയുമ്പോഴും നേരത്തെ BA പ്രകാശ് ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുതയുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഘടന ഇന്നൊരു പക്ഷേ ദുർബലമായ സാമ്പത്തിക സ്ഥിതി പോലും ആ ഘട്ടങ്ങളൊക്കെ നമ്മൾ കടന്നു വന്ന് അതിജീവനം നടത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ബാധ്യത ഒക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ആ ഒരു ചോദ്യം. ആ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന സംശയത്തിന് ഇതിന് മുമ്പ് മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കാം. യഥാർത്ഥത്തിൽ 96-ലെ ഗവൺമെൻറ്, സഖാവ് VK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെൻറ്, അക്കാലത്ത് റബ്ബറിന് ഇതുപോലെ തന്നെ പ്രതിസന്ധി വന്നു. റബ്ബർ വാങ്ങാൻ ആളില്ലാതായി, റബ്ബർ കർഷകർ ദുരിതത്തിലായി. ആ സമയത്ത് ഗവൺമെൻറ് അങ്ങനെ അന്ന് തുടങ്ങിയതാണ് റബ്കോ. അന്ന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബർ സംഭരണം, അതിന് നിശ്ചിത തുക സബ്സിഡി നൽകുക, അത് അന്ന് സഹകരണ മന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ പ്രവർത്തനം ഫലപ്രദമായി. ഇപ്പോഴോ ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ പ്രഖ്യാപനം നടത്തും റബ്ബറിൻ്റെ പേരിൽ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് റബ്ബർ കർഷകൻ, കണ്ണൂർ ജില്ലയിലുള്ള റബ്ബർ കർഷകൻ ഇവിടെ ഇങ്ങ് പാലായിൽ വന്നിട്ട് ധനമന്ത്രി KM മാണിയുടെ മണ്ഡലത്തിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തത്. അത്രയും മോശമായിരിക്കുന്നു റബ്ബർ കർഷകരുടെ അവസ്ഥ. അത് പരിഹരിക്കാൻ ഇപ്പോൾ റബ്ബർ മരങ്ങളുടെ 3 വർഷത്തേക്ക് വിൽപ്പന നികുതി വേണ്ടെന്ന് വെക്കുന്നു, റബ്ബർ അധിഷ്ഠിത വൻകിട വ്യവസായം തുടങ്ങുന്നു. ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ 2 തരത്തിലാവാം. കഴിഞ്ഞ ജനുവരിയിൽ CPIM-ൻ്റെ ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പഠന കോൺഗ്രസ് നടന്നു. ആ പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച രേഖ, ആ രേഖയെക്കുറിച്ച് കേരളത്തിൻ്റെ മന്ത്രി KC ജോസഫ് പറഞ്ഞത് ഇത് ഞങ്ങൾ 2011 വെച്ച പ്രകടന പത്രിക കോപ്പി അടിച്ചതാണെന്ന്. ഒരു മന്ത്രി പറയുകയാണ്. അതായത് ഭരണം 5 വർഷം പിന്നിട്ടപ്പോൾ അവർ 5 വർഷം മുമ്പ് വെച്ച പ്രകടന പത്രിക കോപ്പി അടിച്ചിട്ടാണ് ഇവരിപ്പോൾ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് ഒരു ചുക്കം അതെയാണ് ശ്രീ G. ശ്രീ ജ്യോതികുമാർ. കാരണം